മലപ്പുറം തിരൂരങ്ങാടിയിൽ വാഹനം തടഞ്ഞു നിർത്തി 2 കോടി രൂപ കവർന്ന സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. 4 പേരെയാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒരു പ്രതികരണം ലഭ്യമാവുന്നു, അതിലേക്ക് ആദ്യം. അപ്പോൾ കേസ് ഡിറ്റക്റ്റഡ് ആണ്. എന്താണ് ഓപ്പറേഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കേസിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ പിടിയിലായിരിക്കുന്നത് താനൂർ ഭാഗത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റവാളിയായിട്ടുള്ള തടത്തിൽ കരീം എന്ന് പറഞ്ഞ ആളും അയാളുടെ കൂട്ടാളികളുമാണ് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇയാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ആളുടെ ഈ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ഇപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് റിക്കവറി പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി കൃത്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺസും മറ്റുമെല്ലാം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട്. അത് റിക്കവറി നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, നാടിനെ ഞെട്ടിച്ച കവർച്ചയാണ്. മാരകായുധങ്ങളുമായി എത്തി വാഹനം തടഞ്ഞു നിർത്തി നടത്തിയ കവർച്ച. പിന്നീട് ഇവർ പണവുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നായി ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴെവിടെ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്? ഇത്രയും പണം ഈ വാഹനത്തിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞു? പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത് എന്താണ് സമീർ? റിജിത്ത്, കോഴിക്കോട് വെച്ചാണ് പ്രതികൾ പിടിയിലായത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൃത്യത്തിൽ നേരിട്ട് 4 പേർക്കാണ് പങ്കുണ്ടായിരുന്നത്. അതിൽ 3 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഒന്ന് കരീം, ഒപ്പം തന്നെ രജീഷ് എന്നിവരാണ്. ഇവർ 2 പേരും മലപ്പുറം സ്വദേശികളാണ്. ഈ കരീമിന്റെ നേതൃത്വത്തിലാണ് ഓൾട്ടോ കാറിൽ എത്തി ഈ ഹനീഫ് എന്ന് പറയുന്നയാളുടെ വാഹനം തടഞ്ഞു നിർത്തി പണം കവർച്ച ചെയ്തത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ഈ ഹനീഫ് ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് നടത്തുന്ന കാര്യം ഈ കരീമിനെ അറിയാമായിരുന്നു. അങ്ങനെയാണ് കരീമും കൂട്ടാളികളും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്യുകയും ഇങ്ങനെ വലിയൊരു കവർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഗോവയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഇവർ കോഴിക്കോട്ടേക്ക് മടങ്ങിയെത്തുന്ന സമയത്താണ് പോലീസ് സംഘം ഇവരെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പിടികൂടാനുള്ള ഒരാൾ എന്നുള്ളത് ഈ സംസ്ഥാനത്തിന് പുറത്താണ് എന്നും പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഒരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ പിടിയിലായത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ വാഹനം ഉൾപ്പെടെയുള്ളവ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ശ്രീജിത്ത്. ശരി, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.